ഇന്നത്തെ വീഡിയോയിൽ ചോപ്പറിൻ്റെ കുറിച്ചുള്ള കുറച്ച് ഉപയോഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചോപ്പറിൻ്റെ ഉള്ളിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ചതയ്ക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമേ ഇഞ്ചിയാണ് കേട്ടോ ഞാൻ അതിലിട്ട് ചതയ്ക്കുന്നത്. കുറച്ചൊന്ന് ചതച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായി ചതച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഇങ്ങനെ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചിക്കനും ബീഫൊക്കെ കറി വെക്കാൻ നേരത്ത് ഈ ഒരു രീതിയിൽ ചതച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. പിന്നെ ഞാനത് കഴുകുന്നൊന്നുമില്ല. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പളങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പളങ്ങയും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം കത്തി കൊണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ചോപ്പറിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നന്നായി അരിഞ്ഞെടുക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ അതിലേക്ക് ബീറ്റ്റൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വാഴച്ചുണ്ട്, പാവയ്ക്ക, കാബേജ് ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് കാണിക്കാത്തത്. പിന്നെ ഈ മൂന്നും കപ്പളങ്ങയും ക്യാരറ്റൊക്കെ ഞാനാണെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് തോരൻ വെക്കും മൂന്നും കൂടെ. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തേങ്ങയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ ചോപ്പറിൻ്റെ ഉള്ളിലിട്ട് ഒതുക്കിയെടുത്ത് തോരൻ കറിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അരിഞ്ഞ് വെക്കുന്ന ഇടയിൽ റിച്ചു വന്നിട്ട് ക്യാരറ്റും കപ്പളങ്ങയും എല്ലാം വാരി തിന്നുന്നതാണ് കേട്ടോ കാണുന്നത്. ഇനി അതിലേക്ക് തേങ്ങയൊക്കെ എങ്ങനെയാണ് ഒതുക്കിയെടുക്കുന്നതെന്ന് നോക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു, ഉള്ളിയും കാന്താരിമുളകും മഞ്ഞൾപ്പൊടി, അതായത് നമ്മൾ എന്തൊക്കെയാണോ മിക്സിയുടെ ജാറിനകത്തിട്ട് ചെയ്യുന്നത് അതെല്ലാം ഈ ചോപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം, ഒതുക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഈ മൂന്നും കൂടെ കൂട്ടിയിട്ട് അതിനകത്തേക്ക് തോരൻ വെച്ചു, ഒതുക്കിയിട്ട തേങ്ങയും കൂടെ വെച്ചിട്ട് ഒരു തോരനാക്കി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.